പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മരണക്കിടക്കയിൽ തിരുപ്പാധേയമെത്തുന്ന നേരത്ത് അതീവ ജ്ഞാനിയായ മഹാവിശുദ്ധൻ്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: സത്യദൈവവും സത്യമനുഷ്യനും ദൈവസുതനും കന്യകാമറിയത്തിൻ്റെ പുത്രനുമായ യേശുക്രിസ്തു ഈ കൂദാശയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കൂദാശയെയോ മറ്റു വല്ല കാര്യങ്ങളെപ്പറ്റിയോ വല്ല അബദ്ധവും ഞാൻ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സമസ്തവും പരിശുദ്ധ റോമാസഭയുടെ തീരുമാനത്തിനും സുബുദ്ധീകരണത്തിനുമായി ഞാൻ സമർപ്പിക്കുന്നു. സഭയോടുള്ള അനുസരണയിൽ ഈ ജീവിതത്തോട് ഞാൻ വിടവാങ്ങുന്നു. അത്രയ്ക്ക് പരിശുദ്ധ കുർബാനയെ സ്നേഹിച്ച, അതിഗഹനമായിട്ടുള്ള കാര്യങ്ങൾ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചു തന്ന, വിശുദ്ധന്മാരിൽ വെച്ച് വിജ്ഞനെന്നും വിജ്ഞാനികളിൽ വെച്ച് വിശുദ്ധനെന്നും അറിയപ്പെടുന്ന വിശുദ്ധ തോമസ് അക്വീനാസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. സംഭവബഹുലമായിട്ടുള്ള ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. സഭയിൽ ഇങ്ങനെ ഒരു സന്യാസിയാകാൻ, സന്യാസ വൈദികനാകാൻ തീരുമാനമെടുത്ത സമയത്ത് വീട്ടുകാർക്ക് വല്ലാത്ത എതിർപ്പായിരുന്നു. സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പോവാതിരിക്കാനായിട്ട് അമ്മയുടെ പ്രേരണയിൽ സ്വന്തം സഹോദരന്മാർ അദ്ദേഹത്തെ ഒരു മുറിയിലടച്ചിരുന്നുണ്ട്. 2 കൊല്ലം, 1-2 ദിവസമല്ല, 2 കൊല്ലം അദ്ദേഹത്തെ ഒരു മുറിയിലടച്ചിരുന്നുണ്ട്. പക്ഷേ ഈ 2 കൊല്ലം കൊണ്ടും അദ്ദേഹത്തിൻ്റെ തീരുമാനം ദൃഢപ്പെടുകയല്ലാതെ മാറ്റമൊന്നും വരുന്നില്ല. അവസാനം അറ്റകൈ പ്രയോഗിക്കാൻ തീരുമാനിക്കുന്നു. ഒരു വേശ്യയെ കൂടെ ആ മുറിയിലേക്ക് അയക്കുന്നു. തീരുമാനം മാറട്ടെ. ആലോചിച്ച് നോക്കണം, സ്വന്തം വീട്ടുകാർ ഒരു ചെറുപ്പക്കാരൻ്റെ മുറിയിലേക്ക് ഒരു വേശ്യയെ അയച്ചിട്ട് അദ്ദേഹത്തെ തീരുമാനത്തിൽ നിന്ന് മാറ്റാനായിട്ട് നോക്കുകയാണ്. പക്ഷെ അദ്ദേഹം പ്രലോഭനത്തെ അതിജീവിച്ച രീതി, കുറച്ചു നേരം നിന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നീടും അവൾ തന്നെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു തീക്കൊള്ളിയെടുത്ത് അവളെ ഇങ്ങനെ അകറ്റിക്കളയാനായിട്ട് നോക്കുന്ന ഒരു മഹാവിരക്തനായിട്ടുള്ളൊരു വിശുദ്ധൻ. നമുക്കിങ്ങനെ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുമെന്നൊക്കെ ആലോചിച്ച് മനുഷ്യർ അത്ഭുതപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അതിനുശേഷവും അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിനൊരു മാറ്റമില്ലേ. അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഈ വേശ്യയെ അട്ടിപ്പായിച്ചതിന് ശേഷം അദ്ദേഹം ഒരു സമാധിയിലമരുന്നു. ദീർഘമായിട്ടുള്ളൊരു ഉറക്കത്തിൽ വെച്ച് അദ്ദേഹത്തിനൊരു സ്വർഗീയ ദർശനം ഉണ്ടാവുന്നു. സ്വപ്നത്തിൽ 2 മാലാഖമാർ വന്ന് അദ്ദേഹത്തിന് ഒരു അരപ്പട്ട കിട്ടിയിട്ട് പറയുന്നുണ്ട്: കന്യാത്വമാകുന്ന അരപ്പട്ട കൊണ്ട് നിന്നെ ഞങ്ങൾ ബന്ധിക്കുന്നു. പിന്നെ നിത്യകന്യാത്വമാ കർത്താവിന് വേണ്ടിയിട്ട് മാത്രം ജീവിതം അദ്ദേഹം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. പറഞ്ഞതുപോലെ വിശുദ്ധന്മാരിൽ വെച്ച് വിജ്ഞാനി, വിജ്ഞാനികളിൽ വെച്ച് വിശുദ്ധൻ. അങ്ങനെ ഒരു അവദാനത്തിന് ഇദ്ദേഹം കാരണമാകണമെങ്കിൽ അത് എത്രമാത്രം അദ്ദേഹം അക്കാലത്ത് അറിയപ്പെട്ടിരുന്നു എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഈ ലോകം മാത്രമൊന്നുമല്ല, കർത്താവ് വരെ പ്രത്യക്ഷപ്പെട്ടിട്ട് അദ്ദേഹത്തോട് പറയുന്ന കാര്യം ഇതാണ്: തോമസ്, നീ എന്നെപ്പറ്റി നന്നായി എഴുതിയിരിക്കുന്നു, പകരം നിനക്ക് എന്ത് വേണം? ഇതാണ് ചോദ്യം. കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിക്കുന്ന കാര്യമാണ്. ഈ ലോകത്തിൻ്റെ കാര്യം മാത്രമല്ല പറയണേ, സ്വർഗം പോലും പ്രസാദിച്ച അതിവിജ്ഞാനിയായിട്ടുള്ളൊരു മഹാവിശുദ്ധൻ. തോമസ്, നീ എന്നെക്കുറിച്ച് നന്നായിട്ട് എഴുതിയിരിക്കുന്നു, നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എന്തും ചോദിക്കാമായിരുന്നിട്ടും അദ്ദേഹം പറയണത്: കർത്താവെ, അങ്ങയെ ഒഴികെ വേറൊന്നും എനിക്ക് വേണ്ട. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിജ്ഞാനത്തിന് പിന്നിലെ രഹസ്യം, അദ്ദേഹത്തിൻ്റെ വിശുദ്ധിക്ക് പിന്നിലെ രഹസ്യം. കർത്താവല്ലാതെ എനിക്ക് വേറൊന്നും വേണ്ട. ഈ എഴുത്തിനൊക്കെ ഇരിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ സക്രാരിയുടെ ഉള്ളിലെ തല ഇങ്ങനെ ഇട്ട് കുറേ നേരം പ്രാർത്ഥിച്ചിരുന്നു അദ്ദേഹം എന്നാണ് പറയണേ. ഈ സക്രാരി കർത്താവിനെ എഴുന്നള്ളിച്ച് വെച്ച സക്രാരി എടുത്തിട്ട് അദ്ദേഹം ഇങ്ങനെ കഴുത്തിൽ തൂക്കിയിട്ടിരുന്നു എന്നാണ് പറയണേ. മറ്റുള്ളവർക്ക് ഭ്രാന്താണെന്ന് തോന്നുന്ന വിധത്തിൽ പരിശുദ്ധ കുർബാനയുടെ ആഭിമുഖ്യം പുലർത്തിയിരുന്ന ഒരു വിശുദ്ധൻ ഈ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചാൽ നമ്മൾ അമ്പരന്നു പോകും. അത്രയ്ക്ക് രഹസ്യങ്ങൾ വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന വിധത്തിൽ അദ്ദേഹം എഴുതി തരുന്നുണ്ട്. ഒരു സന്യാസിയുടെ ജീവിതം അത്രയ്ക്ക് കർത്താവിനോട് ചേർന്ന് നിന്ന് നിഷ്കളങ്കമായും ഈ ലോകത്തോട് വിരക്തമായും കൊണ്ടുപോകേണ്ടതാണെന്ന് ദൃഢമായി വിശ്വസിച്ചിരുന്ന ഒരാൾ. ഒരിക്കൽ ഇദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടി മറ്റ് സഹോദര സന്യാസിമാർ പറയുന്നുണ്ട്: തോമസ് ഒരു കാള മുകളിലൂടെ പറന്നു പോകുന്നു. മുറിയിൽ എന്തോ അത്യാവശ്യ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്ന അദ്ദേഹം ഈ ഒരു കാഴ്ച കാണാനായിട്ട് ഓടി പുറത്തു വന്ന് നിൽക്കുന്നുണ്ട്.
അപ്പോൾ ഇവരെല്ലാവരും കളിയാക്കുന്നുണ്ട്, വലിയ വലിയ പഠിത്തക്കാരനാണെന്നൊക്കെയാണ് പറയണേ. എന്നിട്ട് ഇതൊക്കെ നുണയായിരിക്കും ഒന്ന് ചിന്തിക്കാൻ പോലുള്ളൊരു അറിവില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു പറയുന്നത്, ഏതൊരു കാലത്തെയും ഒരു സന്യാസിയുടെ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരുടെ അല്ലെങ്കിൽ ഓരോ മനുഷ്യരുടെയും ചങ്കുലയ്ക്കുന്ന ഒരു ഉത്തരമാണ്. ഒരു സന്യാസി നുണ പറയുമെന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ എളുപ്പം ഒരു കാള പറക്കുന്നുവെന്ന് വിശ്വസിക്കാനായിട്ടാണ്. അദ്ദേഹം ഒരു സന്യാസി നുണ പറയുമെന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ എനിക്ക് എളുപ്പം കാള പറക്കുമെന്ന് വിശ്വസിക്കുകയാണ്. അത്രയ്ക്ക് തൻ്റെ ജീവിതത്തെ, സന്യാസ ജീവിതത്തെ നൈർമല്യത്തോടുകൂടെ വിശുദ്ധിയോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോയ ഒരാൾ. പറഞ്ഞല്ലോ, എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം ഈശോ മാത്രമായിരുന്നു. അദ്ദേഹം ഇങ്ങനെ മരണക്കിടക്കയിൽ വെച്ച് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു കൊണ്ടുവരുമ്പോൾ പറഞ്ഞ കാര്യമാണിത്. ഈ തിരുവോസ്തിയിൽ ദൈവപുത്രനായ, മനുഷ്യപുത്രനായ യേശു ക്രിസ്തു, ദൈവവും ദൈവസുതനും കന്യാമറിയത്തിൻ്റെ പുത്രനുമായ യേശു ക്രിസ്തു ഈ കൂദാശയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എന്തെങ്കിലും തെറ്റായത് പഠിപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ എളിമ കാണണേ. അത്രയ്ക്ക് വിജ്ഞാനിയായിട്ടുള്ള ഈ ലോകം മുഴുവൻ, സ്വർഗം പോലും അംഗീകരിച്ച ഒരാൾ പറയാണ്, ഇനി എന്തെങ്കിലും തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധ സഭയുടെ നവീകരണത്തിനായിട്ട് ഞാൻ സമർപ്പിക്കുന്നു എന്നൊക്കെ പറയാനും മാത്രമേ എളിമയുള്ള അതിവിശുദ്ധനായിട്ടുള്ള ഒരു വിശുദ്ധൻ. ഒറ്റ കാര്യം മാത്രം, ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയോട് കൂടുതൽ സ്നേഹമുള്ളവരാവും. പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയിൽ ആഴമായിട്ടുള്ള വിശ്വാസമുള്ളവരാകും. ആ തമ്പുരാനിൽ പരിപൂർണമായി സമർപ്പിക്കും. നമ്മളിങ്ങനെ ഈ പരിശുദ്ധ കുർബാന ഇപ്പോൾ എഴുന്നള്ളിച്ചു വന്നുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് നമ്മൾ ആരാധന നടത്തുമ്പോൾ നിങ്ങൾ എവിടെ ഇരിക്കുന്നവരാണെങ്കിലും ഈ പരിശുദ്ധ കുർബാനയിൽ ഈശോയുണ്ടെന്നൊന്ന് വിശ്വസിക്കുക. എന്നിട്ട് എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾ ഈ പരിശുദ്ധ കുർബാനയിൽ ഈശോയോടൊന്ന് പ്രാർത്ഥിക്കുക. കാര്യങ്ങൾ നടന്നിട്ടോന്നല്ല അച്ഛൻ പറയണേ, പക്ഷെ ദൈവം കൂടെ നിൽക്കുന്നൊരു ബലം കിട്ടും നമുക്ക്, അതിൻ്റെ ആശ്വാസവും ശക്തിയും കിട്ടും നമുക്ക്. എൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനല്ല അച്ഛൻ പറയണേ, നേരെ മറിച്ച് ദൈവം ഒപ്പം നിൽക്കുന്നതിൻ്റെ ആ ഒരു ദൈവിക സാന്നിധ്യത്തിൻ്റെ അനുഭവം ഉണ്ടാവട്ടെ എന്നാ പ്രാർത്ഥിക്കണേ. ഒന്ന് വിശ്വസിക്കുക, എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഈ കർത്താവ് തൊട്ടരികത്തിരിക്കുന്നതിൻ്റെ അനുഭവം ഉണ്ടാവും. വിശുദ്ധ തോമസ് അക്വീനാസ് വഴിയായി കർത്താവ് ഈ ആശീർവാദത്തിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, അങ്ങേ അനുഭവിക്കാനുള്ള കൃപ തരണമേ എന്ന്. എത്ര അകലത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും തമ്പുരാനെ നിന്നെ തൊട്ടനുഭവിക്കാനായിട്ടുള്ള ആഴമായിട്ടുള്ള വിശ്വാസം ഈ പരിശുദ്ധ കുർബാനയിൽ ഞങ്ങൾക്ക് നൽകണേ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈശോയെ അനുഭവിക്കുന്ന ആശീർവാദം പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയോട് ഭ്രാന്തമായ സ്നേഹമുണ്ടായിരുന്ന ഒരു വിശുദ്ധൻ. പരിശുദ്ധ കുർബാനയ്ക്ക് മുൻപിൽ ഇങ്ങനെ കണ്ണടച്ചിരുന്നാൽ പോലും ആ കർത്താവിൻ്റെ തിരുമുഖം ഉള്ളിലിങ്ങനെ തെളിഞ്ഞു നിന്ന് ആ പരിശുദ്ധ കൂദാശയുടെ മുൻപിൽ എപ്പോഴും കമിഴ്ന്ന് വീണ് കിടന്നൊരു വിശുദ്ധൻ. ഈ വിശുദ്ധൻ നമ്മളോട് പറയണത്, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ആരുടെ അടുത്തായിരിക്കുന്നോ ആ ഒരു കർത്താവിൽ, ആ ഒരു പരിശുദ്ധ കുർബാനയിൽ ആഴമായിട്ട് വിശ്വസിക്കുക. ഒരു സംശയമില്ലാതെ ഒന്ന് വിശ്വസിക്കുക. അത്രയ്ക്ക് ആദരവ് കൊടുക്കുക. അത്രയും ആഴമായ വിശ്വാസത്തോടുകൂടെ ജീവിതത്തെ ഒന്ന് സമർപ്പിക്കുക. ദൈവം കൂടെ നിൽക്കുന്ന അനുഭവം ഉണ്ടാവും. തമ്പുരാനെ, ആ അനുഭവത്തിലേക്ക് ഞങ്ങളെ നയിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.